അപ്പോൾ ഫസ്റ്റ് തന്നെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. പിന്നെ നമ്മൾ ഈ ചാനൽ 500 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഇന്ന് നമ്മൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ പെരി പെരി മന്തിയാണ് ഉണ്ടാക്കുന്നത്. ഓവനൊന്നും ഇല്ലാതെ ചിക്കൻ നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാം പാനിൽ തന്നെ. അപ്പോൾ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കിയാലോ. തന്നെ ചൂടുവെള്ളത്തിൽ ഒരു 5 മുളക് സോക്ക് ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ ഒരു 10 വരെ എടുക്കാം. ജാറിലേക്ക് ഒരു ഫുള്ള് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ കഷ്ണം ഇഞ്ചി, സവാള, 2 ചെറിയ തക്കാളിയാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. കുറച്ച് തൈര്, പിന്നെ പൊടികളായിട്ട് ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, സ്പൂൺ വീതം മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഗരം മസാല, സ്പൂൺ വീതം ജീരകവും മല്ലിച്ചപ്പും പുതിനയും ക്യാപ്സിക്കാണ് എടുത്തേക്കുന്നത്. എനിക്ക് ഗ്രീനേ കിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഗ്രീൻ എടുത്തത്. നിങ്ങൾക്ക് റെഡ് കിട്ടുകയാണെങ്കിൽ റെഡ് തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്. ഇതിന് ഉപ്പും കൂടി ഇട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ചിക്കനിലേക്ക് ഒഴിച്ച് ഒരു 2 hours നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കാം. നമുക്ക് മന്തി റൈസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചൂടായ വെള്ളത്തിലേക്ക് റൈസസ് എല്ലാം ഇട്ട് കൊടുക്കുക. അതായത് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ജാതിക്ക, ജാതിപത്രി, ലീഫ്. എന്നിട്ട് റൈസും കൂടി ഇട്ട് കുറച്ച് ഓയിലും കൂടി ഇട്ട് കൊടുത്ത് അവിടെ 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ചേർക്കുന്നുണ്ട്. ഉണക്ക നാരങ്ങയും 2 സ്ലൈസ് അരങ്ങിയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് 1/2 ടേബിൾ സ്പൂൺ ജീരകവും മല്ലിയും കുരുമുളകും ഇട്ടിട്ട് വേണം റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ അടുത്ത് ആ സമയത്ത് മറന്നുപോയിട്ടാണ്. റൈസ് വെന്ത് വരുന്ന സമയമാണ് നമുക്ക് ചിക്കൻ ഒരു വിസിലടിച്ചെടുക്കാം. കുക്കറിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് ചിക്കനും കൂടി ഇട്ട് ആ മസാല എല്ലാം കൂടി ഇട്ടിട്ട് ഒരു വിസിലടിച്ചെടുക്കുക. വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല. റൈസ് ആയി വന്നിട്ടുണ്ട്. അതിനൊന്ന് സ്ട്രെയിൻ ചെയ്ത് മാറ്റി വെക്കാം. വേറൊരു പാത്രത്തിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് പൊരി ആയതുകൊണ്ട് അതിൻ്റെ മസാല ആക്കിയെടുക്കുക. കുറച്ച് വെളുത്തുള്ളി ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുത്ത് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും 1 ടേബിൾ സ്പൂൺ ടേക്സും കൂടി ഇട്ട് നിങ്ങളെ കയ്യിൽ ചില്ലി ഉണ്ടെങ്കിൽ അതും കൂടി ചേർക്കുക. ഈ സമയത്ത് ഇട്ടൊന്ന് വഴറ്റിയിട്ട് നമ്മൾ വെന്ത് വന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക 2 സൈഡും. ഇതിൽ മല്ലിയും ജീരകവും കുരുമുളകും ഇടാൻ മറന്നു പോയതുകൊണ്ടാണ് ഞാനിവിടെ ഈ മസാലയിൽ ഇടുന്നത്. അപ്പോൾ വെന്ത് വന്ന ആ മസാലയിൽ റൈസൊക്കെ ഇട്ടിട്ടൊന്ന് ദം ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം റൈസ് ഇട്ട് ലെയർ ചെയ്തതിന് ശേഷം അതിൽ പച്ചമുളക് വെച്ചിട്ട് ഞാൻ ഇവിടെ കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് അതാണ് യൂസ് ചെയ്യുന്നത്. റെഡ് കളറിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി ചില്ലി ഒന്ന് വെള്ളത്തിൽ കലക്കി ഒഴിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണ്ടിക്കൽ കളർ തന്നെ യൂസ് ചെയ്യാം, റെഡ് കളർ. ചിക്കനും വെച്ച് 1 ടേബിൾ സ്പൂൺ ഗ്രേവി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പഴയ പാനിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ കുക്കർ പ്ലേസ് ചെയ്യാൻ ചെയ്യുന്നത്. അപ്പോൾ അടിയൊന്നും കരിഞ്ഞു പോകത്തില്ല. 10 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ ദമ്മായി കിട്ടും. അപ്പോൾ നമ്മളെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മയോണീസും ടൊമാറ്റോ സൽസയും വെച്ചിട്ട് നമുക്കിനി ഇത് കഴിക്കാം. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് മന്തി ഏതാണെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.